ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. PSC ബേസിക്സിൽ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ SCRT ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ SCRT കംപ്ലീറ്റ് ചെയ്യുക. ഒത്തിരി ക്വസ്റ്റ്യൻസ് SCRT ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ SCRT കംപ്ലീറ്റ് ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഫിനിഷ് ചെയ്ത് ഒരു സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് PSC ബേസിക്സ് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ കോഴ്സ് അവൈലബിൾ ആണ്. SCRT ഫിനിഷിംഗ് മന്ത്ര എന്നാണ് കോഴ്സിന്റെ പേര്. അതായത് LGSനോ യൂണിവേഴ്സിറ്റി LGSന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സിലബസ് അനുസരിച്ചിട്ടുള്ള SCRT മാത്സ് ഉൾപ്പെടെ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ വിത്ത് സൊല്യൂഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഒരു സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ട്, 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളുണ്ട്, ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള മോക്ക് ടെസ്റ്റ്, PDF നോട്ട് ഉണ്ട്, വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ 100 ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇതിന് മുന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇതൊരു സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എനർജി വരണമെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് വേണം. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായിട്ട് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ ദൂരദർശിനിയുടെ പേരെന്താണ്? അതായത് പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെ പറ്റിയിട്ടും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഒരു ബഹിരാകാശ ദൂരദർശിനിയെ വിട്ടു. അതിന്റെ പേരാണ് യൂക്ലിഡ്. ഏതാണ്? യൂക്ലിഡ്. ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ AC ട്രെയിൻ സർവീസ് ഏതാണ്? ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ AC ട്രെയിൻ സർവീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. വന്ദേ സാധാരണാണ്. അതായത് വന്ദേ മെട്രോ പോലെ ഒരു പുതിയ രീതിയിൽ നോൺ AC ട്രെയിൻ സർവീസ് ആണ്. ഒരു കോച്ചിന് 65 കോടി രൂപയുടെ നിർമ്മാണ ചെലവാണ് വന്ദേ സാധാരണ ഉള്ളത്. വന്ദേ ഭാരത് പോലെ ആണ്, പക്ഷെ നോൺ AC ട്രെയിൻ സർവീസ് ആണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2021 ഭാഷാ സമ്മാൻ ലഭിച്ച തെലുങ്ക് സാഹിത്യകാരൻ ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2021 ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ഒരു തെലുങ്ക് സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേരാണ് പ്രൊഫസർ ബെത്തവോലു രാമബ്രഹ്മം എന്നാണ്. ബെത്തവോലു എന്ന് പഠിച്ചാൽ മതി. പ്രൊഫസർ ബെത്തവോലു രാമബ്രഹ്മത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2021 ഭാഷാ സമ്മാൻ ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ്. ഏതാണ്? ഐക്കൺ ഓഫ് ദ സീസ് എന്നതാണ്. അതായത് കടലുകളിലെ ഐക്കൺ, അതാണ് ഏറ്റവും വലിയ ആഡംബര കപ്പല്, ഐക്കൺ ഓഫ് ദ സീസ്. കേരള സാഹിത്യ അക്കാദമിയുടെ 2022 പുരസ്കാരങ്ങളുടെ ഭാഗമായിട്ട് വിശിഷ്ടാംഗത്വം ലഭിച്ചവർ ആരൊക്കെ? ഒന്ന് MM ബഷീർ, അടുത്തത് N പ്രഭാകരൻ എന്നിവർക്കാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ 2022 പുരസ്കാരങ്ങളുടെ ഭാഗമായി വിശിഷ്ടാംഗത്വം ലഭിച്ചവർ MM ബഷീറും N പ്രഭാകരനുമാണ്. കവയിത്രി സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതി വനം ഒരുക്കിയ സർവകലാശാല ഏത്? കേരള സർവകലാശാല. കവയിത്രി സുഗതകുമാരിയുടെ പേരിൽ ഒരു സുഗതകുമാരി സ്മൃതി വനം ഇങ്ങനെ ഒരുക്കിയ സർവകലാശാല ഏത്? കേരള സർവകലാശാല. പ്രസിദ്ധ സംഗീതജ്ഞൻ രവീന്ദ്രൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകം എവിടെയാണ്? കുളത്തൂപ്പുഴയിലാണ് ഈ സ്മാരകം നിർമ്മിച്ചത്. രാഗസരോവരം എന്നാണ്. സംഗീതജ്ഞനല്ലേ, അപ്പൊ രാഗസരോവരം എന്നാണ് ഈ ഒരു സ്മാരകത്തിന്റെ പേര്. രവീന്ദ്രൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. എവിടെയാണ്? കുളത്തൂപ്പുഴയില്. രാഗസരോവരം. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്.
ലുസൈൻ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യക്കാരൻ. നിങ്ങൾ ഗസ് ചെയ്ത് നോക്ക്. ജാവലിൻ ത്രോയിൽ എപ്പോഴും എല്ലാ കേസിലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് സ്വർണം നൽകുന്നത് അല്ലെങ്കിൽ 1ാം സ്ഥാനം കിട്ടുന്നത് ആര് വഴിയാണ്? നീരജ് ചോപ്ര വഴിയാണ്. ലുസൈൻ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? നീരജ് ചോപ്രയാണ്. അടുത്തത്, സൂപ്പർ മാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? സൂപ്പർ മാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കുന്ന ആദ്യ രാജ്യമാണ് ന്യൂസിലാൻഡ്. ഏതാണ്? ന്യൂസിലാൻഡ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം ഏതാണ്? ദക്ഷിണ ധ്രുവത്തിൽ നമ്മുടെ ഇന്ത്യയാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് വഴി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. ഫാൻസി നമ്പറാണ്. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഇങ്ങനെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് ഇന്ത്യ ഒരു പേര് നൽകി. അതാണ് ശിവശക്തി പോയിന്റ്. ഏതാണ്? ശിവശക്തി പോയിന്റ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഈ ഓഗസ്റ്റ് 23 കാരണം ചന്ദ്രയാൻ 3 വിജയകരമായിട്ട് വിക്ഷേപിച്ച് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത്? വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയാണ്. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയാണ് വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ്? ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ. 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ ആണ്. നോർവേക്കാരനാണ്. ഇന്ത്യൻ ചെസ് താരമായ ആർ പ്രജ്ഞാനന്ദയെ ടൈ ബ്രേക്കറിൽ മറികടന്നാണ് മാഗ്നസ് കാൾസൺ പുരുഷ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. അപ്പോൾ ഫൈനലിലെത്തിയ ഇന്ത്യൻ ചെസ് താരമാരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. ആർ പ്രജ്ഞാനന്ദയെ തോൽപ്പിച്ചിട്ടാണ് മാഗ്നസ് കാൾസൺ പുരുഷ ചെസ് ലോകകപ്പ് 2023 നേടിയത്. മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരനാണ്? നോർവേക്കാരനാണ്. ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിലെത്തുന്ന ഇന്ത്യൻ താരമാണ് ആര്? ആർ പ്രജ്ഞാനന്ദ. ഓണക്കാലത്തെ അഴിമതി തടയാൻ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഏതാണ്? ഓണക്കാലത്തെ അഴിമതി തടയാൻ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. ഏതാണ്? ഓപ്പറേഷൻ കോക്ടെയിൽ. ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീറ്റ്സ്. ഏതാണ്? ബീറ്റ്സ്. 2023 ഓഗസ്റ്റില് സുന്ദർബൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമേത്? എഴുത്തോലയാണ്. ഇത് സംവിധാനം ചെയ്തത് സുരേഷ് കൃഷ്ണനാണ്. 2023 ഓഗസ്റ്റില് സുന്ദർബൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമാണ് സുരേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത എഴുത്തോല. ഏതാണ്? എഴുത്തോല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ഏറ്റവും ഉയരം കൂടിയെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ലഡാക്കിലാണ്. ലഡാക്കില് 2023 ഓഗസ്റ്റില് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികൻ ആര്? 2023 ഓഗസ്റ്റില് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായത് അഭിലാഷ് ടോമിയാണ്. ആരാണ്? അഭിലാഷ് ടോമി. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. എന്താണ്? മാതൃയാനം.
3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ്? 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ തപാൽ ഓഫീസ് നിലവിൽ വന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ് 3D പ്രിന്റിംഗ് തപാൽ ഓഫീസ് ആദ്യമായിട്ട് നിലവിൽ വന്നത്. ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിന്റെ പുതിയ പേര് എന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. എന്താണ്? ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിന്റെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. ഇന്ത്യയിലെ 54ാമത്, ഇതിപ്പോ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാവോ? പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെ? അപ്പൊ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിന്റെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവ് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനില്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കിയത് തമിഴ്നാട്. കേരളത്തിലെ ആദ്യ AI സ്കൂൾ നിലവിൽ വരുന്നത് ശാന്തിഗിരി വിദ്യാഭവൻ പോത്തങ്കോടാണ്. ശാന്തിഗിരി വിദ്യാഭവൻ പോത്തങ്കോട് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ നിലവിൽ വരുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ നിലവിൽ വരുന്നത്. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചന്ദ്രദൗത്യം ഏതാണ്? ലൂണ 25 ആണ്. 2023 ഓഗസ്റ്റ് 23 നമ്മൾ സക്സസ് ആയി. പക്ഷെ റഷ്യ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു ചന്ദ്രദൗത്യത്തിൽ. അതിന്റെ പേരാണ് ലൂണ 25. 2023 ഓഗസ്റ്റില് ക്രിക്കറ്റിലെ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പിലാക്കിയ 3ാമത്തെ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. നമ്മളും നടപ്പിലാക്കി, തുല്യവേതനാക്കി. ഇന്ത്യക്കാരും പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പിലാക്കി. ഇങ്ങനെ നടപ്പിലാക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഇത്? ദക്ഷിണാഫ്രിക്ക. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്നത്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായ കാലം സാക്ഷിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് കാലം സാക്ഷി. ഇതിന്റെ അവതാരിക എഴുതിയത് മമ്മൂട്ടിയാണ്. 2023 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ദക്ഷിണാഫ്രിക്കയാണ്. 2023 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ദക്ഷിണാഫ്രിക്കയാണ്. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയായിട്ടത് നവാസ് മീരാനാണ്. നവാസ് മീരാനാണ് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ഏത്? 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂരാണ്. നാഗ്പൂര്. 2021-22 സ്വരാജ് ട്രോഫിയിൽ മികച്ച കോർപ്പറേഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത്? 2021-22 സ്വരാജ് ട്രോഫിയിലെ മികച്ച കോർപ്പറേഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്. 2023 ICC പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ഏത്? ക്രിക്ടോവേഴ്സ് ആണ്. ക്രിക്ടോവേഴ്സ് ആണ് ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം. 2023 ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആദ്യ ബയോ സയൻസ് സിനിമ ഏത്? 2023 ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ ബയോ സയൻസ് സിനിമയാണ് ദ വാക്സിൻ വാർ. ഏതാണ്? ദ വാക്സിൻ വാർ. ഇത് സംവിധാനം ചെയ്തത് വിവേക് രഞ്ജൻ അഗ്നിഹോത്രിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോ സയൻസ് സിനിമ ഏതെന്ന് ചോദിക്കും. ദ വാക്സിൻ വാർ ആണ്. ഇത് സംവിധാനം ചെയ്തത് വിവേക് രഞ്ജൻ അഗ്നിഹോത്രിയാണ്. ഇന്ത്യയുടെ COVID-19-നെതിരെയുള്ള പോരാട്ടങ്ങളുടെയും പ്രതിസന്ധിയെയും മറികടക്കാൻ ആരോഗ്യ വകുപ്പ് എടുത്ത ശ്രമങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള സിനിമയാണ് ദ വാക്സിൻ വാർ. സംവിധാനം ചെയ്തത് ആരാണ്? വിവേക് രഞ്ജൻ അഗ്നിഹോത്രിയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചെക്കിട്ടപ്പാറയാണ്. ഏതാണ്? ചെക്കിട്ടപ്പാറ. അടുത്തത്, മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിസയുടെ പേര് എന്താണ്? മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് നൽകുന്ന വിസയാണ് ആയുഷ് വിസ. ഏതാണ്? ആയുഷ് വിസ. കേരളം കൈവരിച്ച നേട്ടങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനായി 2023 നവംബർ 1 മുതൽ 7 വരെ സംഘടിപ്പിച്ച പ്രദർശനത്തിന്റെ പേരാണ് കേരളീയം 2023. കേരളം കൈവരിച്ച നേട്ടങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരളീയം 2023 എന്ന പ്രദർശനം സംഘടിപ്പിച്ചത്.
കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ്. പാളയത്ത്. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണ്. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണ്. 2023 സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ദേശീയ പതാക ഉയർത്തിയ കരസേനാ ഉദ്യോഗസ്ഥരായ വനിതകൾ ആരെല്ലാം? 2023 സ്വാതന്ത്ര്യ ദിനത്തില് ചെങ്കോട്ടയില് പ്രധാനമന്ത്രിക്കൊപ്പം ദേശീയ പതാക ഉയർത്തിയ കരസേനാ ഉദ്യോഗസ്ഥരായ വനിതകളാണ് മേജർ നിഖിത നായർ, മലയാളിയാണ് മേജർ നിഖിത നായർ, മേജർ ജാസ്മിൻ കൗർ. മലയാളി ആരെന്ന് ചോദിക്കുവാണെങ്കിൽ മേജർ നിഖിത നായരാണ്, മേജർ ജാസ്മിൻ കൗർ. ഇങ്ങനെ 2 വനിതാ ഉദ്യോഗസ്ഥരാണ് എന്ത് ചെയ്തത്? പ്രധാനമന്ത്രിക്കൊപ്പം ദേശീയ പതാക ഉയർത്തിയത്. മേജർ നിഖിത നായരും മേജർ ജാസ്മിൻ കൗറും. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖരപട്ടണത്താണ്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖരപട്ടണത്താണ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് കുലശേഖരപട്ടണം. ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖമാണിത്. ആദ്യത്തെ ഏതാണ്? വിശാഖപട്ടണമാണ്. അപ്പൊ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് കുലശേഖരപട്ടണം. ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖമാണ് ഏത്? കുലശേഖരപട്ടണം. 2023-24 വർഷത്തെ സ്കൂൾ കായിക മേളയ്ക്ക് വേദിയാകുന്ന ജില്ല. നേരത്തെ പറഞ്ഞത് യുവജനോത്സവ വേദിയാണ്, അത് ഏതാണ്? കൊല്ലാണ്. ഇവിടെ കായിക മേളയ്ക്ക് വേദിയാകുന്നത് തൃശ്ശൂരാണ്. കേരളത്തിലെ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഏതാണ് പദ്ധതിയുടെ പേര്? റേഷൻ റൈറ്റ് കാർഡ് എന്നാണ്. അപ്പൊ കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ്. 2023 ഓഗസ്റ്റില് കാട്ടുതീ പടർന്നു പിടിച്ച കാനറി ദ്വീപുകള് ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? 2023 ഓഗസ്റ്റില് കാട്ടുതീ പടർന്നു പിടിച്ച ദ്വീപുകളാണ് കാനറി ദ്വീപുകള്. ഇത് സ്പെയിനിന്റെ ഭാഗമാണ്. 2023 ഓഗസ്റ്റ് 15 എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ ആഘോഷിച്ചത്? 77ാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചത്. എത്രാമതാണ്? 77ാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിതമാകുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിതമാകുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. 77ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ തുണിത്തരങ്ങളുടെ മാതൃക ഗൂഗിൾ ഡൂഡിലൂടെ അവതരിപ്പിച്ച വനിതയാണ് നമ്രത കുമാർ. 77ാമത് സ്വാതന്ത്ര്യ ദിനത്തില് ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ തുണിത്തരങ്ങളുടെ മാതൃക ഗൂഗിൾ ഡൂഡിലൂടെ അവതരിപ്പിച്ച വനിതയാണ് നമ്രത കുമാർ. ആരാണ്? നമ്രത കുമാർ. വിവിധ സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഭരണഭാഷാ പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. വിവിധ സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഭരണഭാഷാ പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം, അതായത് സ്കിൽ ഡെവലപ്മെന്റ് നൽകി ജോലി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. എന്താണ് സാഗർമാല? 2023 ഓഗസ്റ്റില് ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടൻ ആരാണ്? ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടനാണ് അക്ഷയ് കുമാർ. അക്ഷയ് കുമാർ പൗരത്വം ഉപേക്ഷിച്ച രാജ്യം കാനഡ. കാനഡയുടെ പൗരത്വം ഉണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ചപ്പോൾ ഇന്ത്യൻ പൗരത്വം കിട്ടി. 69ാമത്തെ നെഹ്റു ട്രോഫിയില് 2023 കിരീടം നേടിയ ചുണ്ടൻ വള്ളം ഏതാണ്? 69ാമത്തെ നെഹ്റു ട്രോഫിയില് 2023 കിരീടം നേടിയ ചുണ്ടൻ വള്ളമാണ് വീയപുരം ചുണ്ടൻ വള്ളം. പള്ളാന്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വീയപുരം ചുണ്ടനാണ് കിരീടം നേടിയത്. വീയപുരം ചുണ്ടൻ വള്ളം. 2023 ഓഗസ്റ്റില് അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച വിമാനത്താവളം ഏതാണ്? കതാനിയ. ഇറ്റലിയിലാണ് കതാനിയ. അപ്പൊ കഥ കഴിച്ച വിമാനത്താവളമാണ് കതാനിയ. അപ്പൊ അവസാനിപ്പിച്ച വിമാനത്താവളം അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് ഇത് അവസാനിപ്പിച്ചത്.
കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ആണ് നിമ്മി എം ജോർജ്. ആരാണ്? നിമ്മി എം ജോർജ്. അന്താരാഷ്ട്ര ഹോക്കിയിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ഗോൾ കീപ്പർ ആരാണ്? അന്താരാഷ്ട്ര ഹോക്കിയിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ഗോൾ കീപ്പറാണ് PR ശ്രീജേഷ്. ആരാണ്? PR ശ്രീജേഷ്. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീട ജേതാക്കള് ഇന്ത്യയാണ്. ഫൈനലില് മലേഷ്യയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി കിരീടം നേടിയത്. അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉദ്ഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനമാണ് RBI. ഉദ്ഗം പോർട്ടൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉദ്ഗം പോർട്ടല്? അവകാശികളില്ലാത്ത ഒരുപാട് ബാങ്ക് നിക്ഷേപങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായിട്ടാണ് ഉദ്ഗം പോർട്ടൽ ആരംഭിച്ചത് RBI. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനിയാണ് വെർജിൻ ഗാലക്റ്റിക്. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനിയാണ് ഏത്? വെർജിൻ ഗാലക്റ്റിക്. 2023 ചെസ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് ബാക്കുവിൽ വെച്ചിട്ടാണ്. 2023 ചെസ് ലോകകപ്പ് മത്സരങ്ങൾ നടന്നത് അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചിട്ടാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പൽ ഏത്? വിന്ധ്യഗിരിയാണ്. ഈ വിന്ധ്യഗിരി നിർമ്മിച്ചത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കൊൽക്കത്തയിലാണ്. ഈ കപ്പൽ പുറത്തിറക്കിയ രാഷ്ട്രപതി ആരാണ്? അത് ദ്രൗപദി മുർമു ആണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ 6ാമത്തെ യുദ്ധക്കപ്പലാണ് വിന്ധ്യഗിരി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ഏതാണ്? തൃശ്ശൂരിലാണ്. ശക്തി നഗർ ആകാശ നടപ്പാതയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത എവിടെയാണ്? തൃശ്ശൂരിലാണ്. ശക്തി നഗർ ആകാശ നടപ്പാതയാണ്. 2023 ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കേരളമാണ്. തിരുവനന്തപുരമാണ് വേദിയായത്. കളരിപ്പയറ്റ് എന്നൊക്കെ പറയുമ്പോൾ കേരളം ആയിരിക്കും കിരീടം നേടുന്നത്. അപ്പൊ ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കേരളമാണ്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത് അരിപ്പയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ്. അതിശക്തമായ കാട്ടുതീയിൽ നശിച്ച പുരാതന പട്ടണമായ ലഹൈന ഏത് രാജ്യത്താണ്? അമേരിക്കയാണ്. അമേരിക്കയിലാണ് ലഹൈന എന്ന പട്ടണം. ഇതിന്റെ പ്രത്യേകത എന്താണ്? അതിശക്തമായ കാട്ടുതീയിൽ നശിച്ച ഒരു പട്ടണമാണ് ലഹൈന. 2023 ഓഗസ്റ്റില് പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് വിശ്വകർമ്മ യോജന. 2023 ഓഗസ്റ്റില് പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് വിശ്വകർമ്മ യോജന. 2023 ഓഗസ്റ്റില് കാട്ടുതീ നാശം വിതച്ച അമേരിക്കൻ സംസ്ഥാനമാണ് ഹവായി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ലഹൈനയും ഇവിടെ അമേരിക്കൻ പട്ടണമാണ്. ഇപ്പോൾ കാട്ടുതീ നാശം വിതച്ച മറ്റൊരു സംസ്ഥാനമാണ് ഹവായി. 2023 ഓഗസ്റ്റില് ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? ബ്യൂബോണിക് പ്ലേഗ് അതൊരു ടൈപ്പ് പ്ലേഗ് ആണ്. ഈ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ചത് തെലങ്കാനയിലാണ്. എവിടെയാണ്? തെലങ്കാനയിലാണ് അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ചത്. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പതേർ പാഞ്ചാലി. നിങ്ങൾക്കറിയാം പതേർ പാഞ്ചാലി. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായിരുന്നു പതേർ പാഞ്ചാലി. കഥകളിയിലെ പരശുരാമ വേഷത്തിലൂടെ പ്രസിദ്ധനായി അടുത്തിടെ അന്തരിച്ച കഥകളി ആചാര്യൻ ആര്? കലാമണ്ഡലം രാമകൃഷ്ണൻ. ആ പേരിൽ തന്നെയുണ്ട്. പരശുരാമ വേഷത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. അദ്ദേഹം ഇടയ്ക്ക് അന്തരിച്ചു. കലാമണ്ഡലം രാമകൃഷ്ണൻ. 2023 ഓഗസ്റ്റില് വനിതകൾക്ക് മൊബൈൽ ഫോണുകൾ ലഭ്യമാക്കുന്നതിന് ഇന്ദിരാഗാന്ധി സ്മാർട്ട് ഫോൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. വനിതകൾക്കാണ് മൊബൈൽ ഫോണുകൾ ലഭ്യമാക്കുന്നതിന് ഇന്ദിരാഗാന്ധി സ്മാർട്ട് ഫോൺ പദ്ധതി ആരംഭിച്ചത് രാജസ്ഥാൻ.
മികച്ച തെങ്ങ് കർഷകനുള്ള കേരകേസരി പുരസ്കാരത്തിന് അർഹനായത് പാലക്കാട് ജില്ലയിലെ പി രഘുനാഥനാണ്. മികച്ച തെങ്ങ് കർഷകനുള്ള കേരകേസരി പുരസ്കാരം കിട്ടിയത് പി രഘുനാഥനാണ്. പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര പുരസ്കാരം കിട്ടിയത് സുജിത് എസ് വിക്കാണ്. തിരുവനന്തപുരംകാരനാണ് സുജിത് എസ് വി. അപ്പോ കേരകേസരി പുരസ്കാരം കിട്ടിയത് പി രഘുനാഥനും ഹരിതമിത്ര പുരസ്കാരം പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര പുരസ്കാരം കിട്ടിയത് സുജിത് എസ് വിക്കുമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തി ജസ്റ്റിസ് എസ് മണികുമാറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് എസ് മണികുമാറാണ്. രാജസ്ഥാനിൽ പുതുതായി രൂപീകരിച്ച ജില്ലകളുടെ എണ്ണം 19. ഇതോടെ രാജസ്ഥാനിൽ ജില്ലകളുടെ എണ്ണം 50ആയി. രാജസ്ഥാനിൽ പുതുതായി രൂപീകരിച്ച ജില്ലകളുടെ എണ്ണം എത്രയാണ്? 19. കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി റൈനോ ടാസ്ക് ഫോഴ്സ് നിലവിൽ വരുന്ന ബീഹാറിലെ ദേശീയോദ്യാനം ഏതാണ്? കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് റൈനോ ടാസ്ക് ഫോഴ്സ് നിലവിൽ വരുന്ന ബീഹാറിലെ ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഐക്കൺ ഓഫ് ദ സീസ് ആണ്. ഇത് റോയൽ കരീബിയൻ കമ്പനിയുടേതാണ് ഐക്കൺ ഓഫ് ദ സീസ്. അടിസ്ഥാന സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ഉല്ലാസ്. അടിസ്ഥാന സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉല്ലാസ്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയാണ് നവകിരണം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയാണ് നവകിരണം. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാര്? കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പിയമ്മ. പരപ്പിയമ്മ മക്കൾ വളർത്തി അഥവാ കൂന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിനാണ് ഈ പരപ്പിയമ്മയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. പരപ്പിയമ്മയ്ക്കാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ചത്. മക്കൾ വളർത്തി അഥവാ കൂന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിനാണ് പരപ്പിയമ്മയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. സ്ത്രീകളും കുട്ടികളും ഇരയാക്കപ്പെടുന്ന കേസുകളിൽ പരാതിപ്പെടാനുള്ള പോലീസ് ടോൾ ഫ്രീ നമ്പറാണ് 112. സ്ത്രീകളും കുട്ടികളും ഇരയാക്കപ്പെടുന്ന കേസുകളിൽ പരാതിപ്പെടാനുള്ള പോലീസ് ടോൾ ഫ്രീ നമ്പറാണ് 112. സാമ്പത്തിക അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ദേശീയ സഭ പിരിച്ചുവിട്ട രാജ്യമാണ്. സാമ്പത്തിക അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ദേശീയ സഭ പിരിച്ചുവിട്ട രാജ്യമാണ് പാകിസ്ഥാൻ. മലയാളം സാംസ്കാരിക വേദിയുടെ 6ാമത് കക്കനാടൻ പുരസ്കാരം ലഭിച്ചത് കാക്കനാടൻ പുരസ്കാരം കിട്ടിയത് KV മോഹൻകുമാറിനാണ്. KV മോഹൻകുമാറിന് കാക്കനാടൻ പുരസ്കാരം കിട്ടിയത് KV മോഹൻകുമാറിനാണ്. ആരുടെ സ്മരണാർത്ഥം പുറത്തിറങ്ങിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ എന്നത്? നമ്മൾ ഒരിക്കലും മറക്കാത്ത ആരെയാണ്? APJ അബ്ദുൽ കലാമിനെയാണ്. അപ്പൊ മെമ്മറീസ് നെവർ ഡൈ എന്നത് ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയതാണ്? APJ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഇഗ്ലു റെസ്റ്റോറന്റ് ആരംഭിച്ചത് ഗുൽമാർഗിലാണ്, കാശ്മീരിലാണ്. ഗ്ലാസ് ഇഗ്ലു റെസ്റ്റോറന്റ് ആരംഭിച്ചത് എവിടെയാണ്? ഗുൽമാർഗ്, കാശ്മീർ. ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി ആദ്യ വ്യക്തിഗത സ്വർണം നേടിയത് അദിതി ഗോപിചന്ദാണ്. ബെർലിൻ വേദിയിലായിരുന്നു ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഇതിൽ വ്യക്തിഗത സ്വർണം നേടിയത് ആദ്യത്തേത് കിട്ടിയത് അദിതി ഗോപിചന്ദിനാണ്. ആഭ്യന്തര കലാപം മൂലം 2023 ഓഗസ്റ്റിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് എത്യോപ്യ. ആഭ്യന്തര കലാപം മൂലം 2023 ഓഗസ്റ്റില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് എത്യോപ്യ. കേരളത്തിൽ നിന്ന് വിദേശത്ത് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ശുഭയാത്ര. കേരളത്തിൽ നിന്ന് വിദേശത്ത് പോകുന്നവർക്ക് 2 ലക്ഷം രൂപ. എല്ലാവർക്കും കിട്ടത്തില്ല, കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. അപ്പൊ 2 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ശുഭയാത്രയാണ്. അവയവ ടിഷ്യൂ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ചത് തമിഴ്നാടിനാണ്. അവയവ ടിഷ്യൂ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ചത് തമിഴ്നാടിനാണ്. ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം.
അഴിമതി കേസിനെ തുടർന്ന് 3 വർഷം തടവു ശിക്ഷ ലഭിച്ച പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ. അഴിമതി കേസിനെ തുടർന്ന് 3 വർഷം തടവ് ശിക്ഷ ലഭിച്ച പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ആരാണ്? ഇമ്രാൻഖാനാണ്. രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ മൊത്തം ജില്ലകളുടെ എണ്ണം 50 ആണ്. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികളുടെ ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവെപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ഇന്ദ്രധനുഷ്. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികളുടെയും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇന്ദ്രധനുഷ്. ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. കറണ്ട് അഫയേഴ്സ് ഇവിടെ നിൽക്കുന്നില്ല. ഇനിയും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ SCERT പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ SCERT ഫിനിഷിംഗ് മന്ത്ര എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് എടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, ഉറപ്പാണത്. ഇനി എടുത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.